നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഈ 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസിനകത്ത് ഫസ്റ്റ് ആർട്ടിക്കിൾ ബേസിക്കലി പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. കസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ആർട്ടിക്കിൾസ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കിളാണ്. ഇതിനകത്ത് രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇലക്ട്രോണിക് വെഹിക്കിൾസും അതേപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫോം EVs എന്നൊക്കെ പറയാറില്ലേ, അത് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആണ്. പ്യൂർലി ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് മോട്ടോർ മീൻസ് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഈ പറഞ്ഞ ഇലക്ട്രിക് മോട്ടോഴ്സ് ഒക്കെ വെച്ചിട്ട് റൺ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് EVs നമ്മുടെ റോഡുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ HVEs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. ഹൈബ്രിഡ് മീൻസ് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്രോളിലും അതേപോലെ തന്നെ ഇലക്ട്രിക്കലും ടു ആൻ എക്സ്റ്റെന്റ് കുറച്ച് ദൂരം ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് മോട്ടറിന്റെ സഹായത്തോടെ റൺ ചെയ്യും. ബാക്കി ഈ പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ മീൻ പെട്രോൾ എഞ്ചിന്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടിയായിരിക്കും റൺ ചെയ്യുന്നത്. മീൻസ് ഇത് രണ്ടിനും കൂടെ മിക്സ് ആയതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ അതേപോലെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒക്കെ തന്നെ ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ അത് നമ്മൾ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ആംഗിളാണ്. അതായത് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് എൽഡർലി പോപ്പുലേഷൻ ഓർ കൺട്രി എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. എൽഡർലി കെയറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. സോ ഈ 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഈ മൂന്നിനകത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കസിരംഗ നമുക്ക് പ്രിലിംസ് ബേസ്ഡാണല്ലോ MCQ വരുന്നത്. അതുകൊണ്ട് തന്നെ കസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രിലിംസ് MCQ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം കളയേണ്ട ഓരോ ആർട്ടിക്കിളിലേക്കും പോകാം. സോ ഫസ്റ്റ് വൺ ഇതാണ് കസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ. ലിംബ്ലെസ് ആംഫിബിയൻ ഫൗണ്ട് ഇൻ കസിരംഗ ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആർട്ടിക്കിളൊക്കെ നമ്മൾ പത്രത്തിൽ കാണുമ്പോഴേക്കും എസ്പെഷ്യലി ഈ ഒരു മൺസൂൺ ടൈമിലൊക്കെയാണ് ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊക്കെ പൊതുവിൽ വരാറുള്ളത്. ഇനിയിപ്പം ഇതിപ്പോൾ കസിരംഗയാണ് മോസ്റ്റ് കോമൺലി ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. പുതിയ തരം ഈ പറഞ്ഞ ഫ്രോഗ് സ്പീഷീസിനെ കണ്ടെത്തി അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ആംബിബിയൻസിനെ കണ്ടെത്തി അങ്ങനെയൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആ ഒരു സ്പീഷീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കസിരംഗ നാഷണൽ പാർക്കിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയെ കുറിച്ചിട്ടൊന്ന് തറവായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രിലിംസിന് അത് ഒരുപാട് ഗുണം ചെയ്തിരിക്കും. അപ്പം വെസ്റ്റേൺ ഗാർഡ്സ് ആണ് സപ്പോസ് ഇതിന് പകരം വെസ്റ്റേൺ ഗാർഡ്സ് ആണ് വരുന്നതെങ്കിലും വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഈ പറഞ്ഞ പോലെ UPSCക്ക് വേണ്ടുന്ന രീതിയിൽ ചെറിയതായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സച്ച് വെസ്റ്റേൺ ഗാർഡ്സ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്, വെസ്റ്റേൺ ഗാർഡ്സിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്, അങ്ങനെയുള്ള ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്നലെ ഒരു ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നലെ നമ്മൾ ഈ ഒരു എന്താ പറയുക പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ചിട്ട് ഇതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഹോൺ റൈനോസസിന്റെ ഒക്കെ ആ പിക്ചർ കാണിച്ചൊക്കെ ഓർക്കുന്നുണ്ടാവും എല്ലാവരും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നിന്നും ആദ്യം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു പുതിയ രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു ലിംലെസ് ആംഫിബിയൻ നോണാസ് പറഞ്ഞ സ്ട്രിപ്ഡ് സിസീലിയൻ. ഓക്കെ, സ്ട്രിപ്ഡ് സിസീലിയൻ എന്നുള്ളതാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. കാരണം ഇങ്ങനെയുള്ള സ്പീഷീസുകൾ കൂടുതലും പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു മൺസൂൺ ടൈമിലാണ്. കാരണം ഇവ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ മണ്ണിനടിയിലൊക്കെയാണ്, സോയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോക്സിന്റെ ഒക്കെ അടിയിൽ, അങ്ങനെ ഈ പറഞ്ഞ പോലെ പൊതുവിൽ ഒരു ഏകാന്തവാസം മീൻസ് ഈ പറഞ്ഞ പോലെ മണ്ണിനൊക്കെ അടിയിലാണ് പൊതുവിൽ ഇവരെ ലൊക്കേറ്റ് ചെയ്യപ്പെടാറുള്ളത്. ബട്ട് മൺസൂൺ ടൈമിൽ ഇവർ സർഫസിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഈ ഒരു മൺസൂൺ ടൈമിലാണ്. ഇവിടെ കസിരംഗ നാഷണൽ പാർക്കിൽ ആദ്യമായിട്ടാണ് ഒരു ലിംബ്ലെസ് ആംഫിബിയൻ, അതായത് ഈ പറഞ്ഞ ഈ സ്ട്രിപ്ഡ് സിസീലിയനെ ഈ പിക്ചറിൽ കാണുന്ന സ്ട്രിപ്ഡ് സിസീലിയനെ അവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സിസീലിയൻ എന്നുള്ള ആ ഒരു കാറ്റഗറി, ആ ഒരു സ്പീഷീസ് എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. തുടർന്ന് അതിനുശേഷം നമുക്ക് കസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിച്ചു പോകാം. ഓക്കെ, സോ ആദ്യം തന്നെ സിസീലിയൻസ് ആർ ലെഗ്ലെസ് ബൊറോയിങ് ആംഫിബിയൻസ്. ആംഫിബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, അതുപോലെ വെള്ളത്തിലും അതേപോലെ കരയിലും ഒരേപോലെ കഴിയാൻ പറ്റുന്ന സ്പീഷീസിനാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫ്രോഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആംഫിബിയൻ ആണ്, ബേസിക്കലി ബൊറോയിങ് ആണ്. അതായത് ഞാൻ പറഞ്ഞ മണ്ണിനടിയിലാണ് കൂടുതൽ ഇവയെ കാണപ്പെടുന്നത്. മൺസൂൺ ടൈമുകളിൽ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വിച്ച് മോസ്റ്റ്ലി ലീവ് ഇൻ ലീഫ് ലിറ്റർ, ലൂസ് സോയിൽ, അണ്ടർ റോക്സ് ആൻഡ് ഡീക്കേയിങ് ലോക്സ്. അതായത് ഈ പറഞ്ഞ പോലെ പഴക്കം ചെന്ന തടികളുടെയൊക്കെ അടിയിൽ അല്ലെങ്കിൽ കല്ലുകളുടെയൊക്കെ അടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണ്, ഇവിടെയൊക്കെയാണ് പൊതുവിൽ ഈ സിസീലിയൻ ഫാമിലീസിൽ പെടുന്ന ആനിമൽസിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്സ്. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ഫീൽഡ്സിലാണ് കാണപ്പെടുന്നത്. അഗ്രികൾച്ചർ ഫീൽഡിൽ കാണപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു പരിധി വരെ നമ്മളിതിനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിര ഉണ്ടല്ലോ, എർത്ത് വേംസുമായിട്ട് നമ്മൾ ഇതിനെ ഈ പറഞ്ഞ പോലെ സിമിലർ ആയിട്ട് കാണാറുണ്ട്. അതായത് ഈ സിസീലിയൻസ് തന്നെ അവർ ഈ പറഞ്ഞ പോലെ അതിന്റെ സ്മോളർ സ്റ്റേജിൽ മീൻസ് യങ്ങർ സ്റ്റേജിൽ പലപ്പോഴും ഇത് അല്ലെങ്കിൽ ഇതിന്റെ തന്നെ സ്മോളർ വേർഷൻസ് പലപ്പോഴും എർത്ത് വേംസുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതാണ് കാണപ്പെടുന്നത്. ഇനി ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ള സിസീലിയൻസിനെ കാണുന്ന പലപ്പോഴും നമ്മൾ സ്നേക്സ് ആയിട്ട് ഇതിനെ മിസ്റ്റേക്ക് ചെയ്യപ്പെടാറുണ്ട്. ബട്ട് ഇത് സ്നേക്സ് അല്ല, കാരണം സ്നേക്സ് എന്ന് പറയുന്ന റെപ്റ്റൈൽസ് ആണ്, ഇത് ആംഫിബിയൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നേക്കാം. സോ വൈൽ ലാർജർ വൺസ് ഓപ്പൺ ആർ മിസ്റ്റേക്കൺ ഫോർ സ്നേക്സ്. അപ്പോൾ ഇതിനെന്ന് വേണമെങ്കിൽ ഒരു UPSC
ക്വസ്റ്റ്യൻ ചോദിക്കാം. റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഒരു സ്പീഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാരഗ്രാഫ് പോലൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ദ സ്മോളർ വൺസ് ആർ സ്പെസിഫിക്കലി റിസംബിൾസ് എർത്ത് വർംസ് വൈൽ ദ ലാർജർ വൺസ് ആർ ഓഫൺ മിസ്റ്റേക്കൺ ഫോർ സ്നേക്സ് വിച്ച് ഓഫ് ദ ഗിവൺ ബിലോ സ്പീഷീസ് ആർ വാസ് മെൻഷൻഡ് ഇൻ റീസെന്റ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഈ പറഞ്ഞ സിസിലിയൻസ്, സ്ട്രിപ്ഡ് സിസിലിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് അതിന്റെ ആൻസർ ആയിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഓർത്തിരിക്കുക, ഈ സിസിലിയൻസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി ടോൾഡ് അപ്പാർട്ട് ഫ്രം ദ എർത്ത്വേംസ് ആണ്. എർത്ത്വേംസിനേക്കാൾ മാറി നിൽക്കുന്നതാണ് ബൈ ദ പ്രസൻസ് ഓഫ് ഐസ്. കാരണം എർത്ത്വേംസിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളില്ല. പക്ഷേ ഈ സിസിലിയൻസിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട്? പ്രസൻസ് ഓഫ് ഐസ് ഉണ്ട്, ടീത്ത് ഉണ്ട്, ആൻഡ് സ്കെലിട്ടൺ, ആൻഡ് ഫ്രം സ്നേക്സ് ബൈ ദ ലാക്ക് ഓഫ് സ്കെയിൽസ് ഓർ സ്കിൻസ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ സ്നേക്സിന്റെ പ്രത്യേകതയാണ് സ്കെയിൽസ്, അല്ലെങ്കിൽ അവർ തൊലി മീൻസ് സ്കിന്നിന് പുറത്ത് സ്കെയിൽസ് ഉണ്ടാവുന്നുള്ളത്. ഇവയ്ക്ക് അതില്ല. ഈ ഒരു സിസിലിയൻസിന് എന്തില്ല? സ്കെയിൽസ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എർത്ത്വേമിൽ നിന്ന് ഇവയെ ഡിസ്റ്റിൻറ്റ് ആക്കുന്ന പറഞ്ഞാൽ ഇവയ്ക്ക് ഐസ് ഉണ്ട്, അതേപോലെ ടീത്ത് ആൻഡ് സ്കെലിട്ടൺ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. റീസെന്റ് ഈ പറഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ സിസിലിയൻസിന്റെ സ്കെലിട്ടൺ കണ്ടുപിടിച്ചതായിട്ടുള്ള രീതിയിലേക്ക് എക്സ്കവേഷന്റെ സമയത്ത് കിട്ടിയതായിട്ടൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടുതലും ഈ ഒരു മൺസൂൺ, ഈ ഒരു മഴക്കാലത്താണ് ഈ സിസിലിയൻസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് പത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ആ ഒരു ആനിമലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ആ കസിരംഗ നാഷണൽ പാർക്കിലേക്ക് പോവാണ്. സോ കസിരംഗ നാഷണൽ പാർക്ക് ഇന്നലെ നമ്മൾ പൊബിറ്റോറ നാഷണൽ പാർക്ക്, പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ആസാമിലുള്ളതാണ്. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പിക്ചറിൽ ഈ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആസാമിലുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനിറ്റ് നോക്കി. ഓക്കെ, ആസാമിലുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നിവിടെ കസിരംഗ നാഷണൽ പാർക്ക് മെയിൻ ആയിട്ട്, ദെൻ ദിബ്രു സൈക്കോവ, ദിഗ്ബ്രു സൈക്കോവ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഒറങ്, ദെൻ നമേരി, മാനസ്. ഓക്കെ, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ആസാം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഇവിടെയൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഈ ഒരു വൺ ഹോൺ റൈനോസറസ്, എസ്പെഷ്യലി കസിരംഗ ഫേമസ് ആയിരിക്കുന്ന ഈ ഒരു വൺ ഹോൺ റൈനോസറസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഒരുപാട് റൈനോസറസ് ആ ഒരു പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ കാണുന്നതുകൊണ്ടിട്ടാണ് ഒരു മിനി കസിരംഗ എന്ന് നമ്മൾ ആരെ വിളിക്കുന്നത്, പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറി വിളിക്കുന്നത്. സോ ലൊക്കേഷൻ പറഞ്ഞു ആസാമിലാണ്. നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് 1974-ലാണ്. ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം, മറന്നുപോയത്. കസിരംഗ യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. ആൻഡ് ഇറ്റ് ഹൗസസ് 2/3 ഓഫ് ദ ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ ഓഫ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസ്. ലോകത്തെമ്പാടും കാണപ്പെടുന്ന വൺ ഹോൺ റൈനോസറസിന്റെ 2/3 എവിടെയാണ് കാണപ്പെടുന്നത്? കസിരംഗ നാഷണൽ പാർക്കിലാണ്. ആൻഡ് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഏരിയ ഇൻ ദ ബ്രഹ്മപുത്ര വാലി ഫ്ലഡ് പ്ലെയിൻസ്. ബ്രഹ്മപുത്ര വാലിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്നലെ നമ്മൾ ആ ഒരു പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറി കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രഹ്മപുത്ര നദീതീരങ്ങളിലാണ് അവയെ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ വെജിറ്റേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണ് കൂടുതലും അവിടെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ കാണാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ എവർഗ്രീൻ ഫോറസ്റ്റ്, ദെൻ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റിന്റെയും ഗ്രാസ് ലാൻഡ്സിന്റെയും അവൈലബിലിറ്റി, അലൂവിയൽ ഗ്രാസ് ലാൻഡ്സിന്റെ അവൈലബിലിറ്റി ഈ ഒരു കസിരംഗ നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇവിടുത്തെ ആനിമൽ സ്പീഷീസ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം വൺ ഹോൺ റൈനോസറസ് മാത്രമല്ല, ലെപ്പേർഡ്, ഫിഷിംഗ് ക്യാറ്റ്, റോയൽ ബംഗാൾ ടൈഗർ തുടങ്ങിയവയൊക്കെ തന്നെ, ബാർക്കിംഗ് ഡിയർ, ഹോഗ് ഡിയർ തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആസാമിലെ കസിരംഗ നാഷണൽ പാർക്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഹൂലോ ഗിബൺ. കാരണം ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ കാണപ്പെടുന്നതാണ് ഈ വെസ്റ്റേൺ ഹൂലോ ഗിബൺ. അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക എയ്പ് സ്പീഷിയാണ് ഏത്? ഈ വെസ്റ്റേൺ ഹൂലോ ഗിബൺ. അതും ഈ പറഞ്ഞ പോലെ എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ്സ് ആണ്, എൻഡമിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എൻഡേഞ്ചേർഡ് ആൻഡ് എൻഡമിക് വെസ്റ്റേൺ ഹൂലോ ഗിബൺ, ദ ഓൺലി സ്പീഷീസ് ഓഫ് എയ്പ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക എയ്പ് സ്പീഷി ഏതാണ്? ഈ ഒരു വെസ്റ്റേൺ ഹൂലോ ഗിബൺ ആണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് വെസ്റ്റേൺ ഹൂലോ ഗിബൺ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയ്പ് സ്പീഷീസ് തന്നെ ഈ പറഞ്ഞ പോലെ ടെയിൽലെസ് ആണ്, ഇതിന് വാലില്ല. ടെയിൽലെസ് ആയിട്ടുള്ള എയ്പ്പ് ആണ് ഈ ഒരു വെസ്റ്റേൺ ഹൂലോ ഗിബൺ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാൾ ഫ്ലോറിക്കൻ ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷി കൂടിയാണ്. അതാണ് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ബംഗാൾ ഫ്ലോറിക്കൻ ആണ്. ഓഫൺ ഇതിനെ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുമായിട്ട് ഇതിനെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ബട്ട് അത്രയും വലിപ്പമില്ല, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ അത്രയും വലിപ്പമൊന്നും ഇല്ലാത്തൊരു സ്പീഷിയാണ് ഈ ഒരു ബംഗാൾ ഫ്ലോറിക്കൻ. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ആ 2 പോയിന്റ് കൂടെ ഓർത്തിരിക്കണം, ചോദ്യങ്ങളൊക്കെ വരാൻ പോസിബിലിറ്റീസ് ഉള്ളതാണ്. ദെൻ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സിനൊക്കെ തന്നെ ഹോമാണ് നമ്മുടെ ഈ കസിരംഗ നാഷണൽ പാർക്ക് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ അത്രയും കാര്യമാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിളാണ്. അപ്പം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കിപ്പോയാൽ മതി. പ്രധാനമായിട്ട് ലൊക്കേഷൻസും അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. പിന്നെ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ആനിമൽ സ്പീഷീസ് ആയ വൺ ഹോൺ റൈനോസറസ്, പിന്നെ വെസ്റ്റേൺ ഹൂലോ ഗിബൺ, പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട ബംഗാൾ ഫ്ലോറിക്കൻ. ഇത്രയും കാര്യങ്ങളൊന്ന് മെയിനായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ ഇതാണ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ. ഷുഡ് നോട്ട് ഇവിസ് ആൻഡ് ഹൈബ്രിഡ്സ് ബി ട്രീറ്റഡ് ഈക്വലി ഫോർ ഗവൺമെന്റ് സബ്സിഡീസ്.
അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഇപ്പം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഡിറ്റോറിയൽ എന്ന് പറയുമ്പോഴേക്കും ഓരോ അത് എഴുതുന്ന ആളുകളുടെ അഭിപ്രായങ്ങളാണ് ബേസിക്കലി വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടത് ഈ ആർട്ടിക്കിൾസിലൊക്കെ തന്നെ കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കീവേഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ EVs, ഇലക്ട്രോണിക് വെഹിക്കിൾസ്. ദെൻ രണ്ടാമത് ഹൈബ്രിഡ്സ് എന്നുള്ളത് രണ്ടാമത്തെ കീവേഡാണ്. മൂന്നാമത് ഗവൺമെന്റ് സബ്സിഡീസ്, അതായത് EVസും ഹൈബ്രിഡ്സുമായിട്ട് ചേർന്നിട്ടുള്ള ഗവൺമെന്റിന്റെ സബ്സിഡീസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ ഒരു മൂന്ന് കീവേഡുകൾ നമുക്ക് മെയിനായിട്ട് പഠിച്ചു പോകാം. സോ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ മേഖലയെക്കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആദ്യമേ തന്നെ വെഹിക്കുലർ എമിഷൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വെഹിക്കുലർ എമിഷൻസിന്റെ കാര്യം നോക്കുകയാണ്. അതായത് എന്തിന് നമ്മളിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നമ്മൾ EVസും ഹൈബ്രിഡ് വെഹിക്കിൾസും ഒക്കെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ EVയും ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. EVs എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇലക്ട്രിക് കറണ്ടിന്റെ സഹായത്തോടെ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ ഫംഗ്ഷനോടുകൂടി വാഹനം പോകുന്നതിനെയാണ് നമ്മൾ EV, അത്തരത്തിലുള്ള വാഹനങ്ങളെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് അഥവാ EVs എന്ന് നമ്മൾ ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HEVs എന്ന് പറയും. അതായത് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മോട്ടറിന്റെ സഹായം ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ സഹായം ഉണ്ടാവും. ഒരു സർട്ടൺ ഡിസ്റ്റൻസ് അവ പ്യുവർലി ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് മോട്ടറിന്റെ സഹായത്തോടെ റൺ ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ സഹായത്തോടെ ആയിരിക്കും റൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു മിക്സ് രീതിയിൽ, മീൻസ് പെട്രോൾ എഞ്ചിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രിക് കറൻസിന്റെയും ഒരു മിക്സിലൂടെ റൺ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് 2070 ആകണം എന്നുള്ള ഡിക്ലറേഷൻ നമ്മൾ ഇതിനു മുമ്പത്തെ പല ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ് ബൈ 2070 നമ്മളൊരു നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വെഹിക്കുലർ എമിഷൻസിനൊക്കെ പ്രധാനമായിട്ട് നമുക്കൊന്ന് കുറച്ച് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പം നമ്മുടെ മെയിൻ ആയിട്ട് ലിമിറ്റേഷൻ ഈ ഒരു വെഹിക്കുലർ എമിഷൻസ് വരുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിന്റെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വെഹിക്കിൾസ് അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ്റെ അത്രയും ഈ പറഞ്ഞ പോലെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ എമിഷൻസ് കുറവായിരിക്കും. കാരണം കുറച്ച് ദൂരെങ്കിലും അവർ ഇലക്ട്രിക് പവറിൽ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ താരതമ്യേന മൈലേജും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. സോ അപ്പം കുറച്ചുകൂടെ ക്ലീനർ ആണെന്ന് പറയാം കമ്പയർഡ് ടു നോർമൽ ഒരു IC ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനേക്കാളും കുറച്ചുകൂടെ ക്ലീനർ ആണെന്ന് പറയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. ഫെയിം സബ്സിഡീസ് നമ്മളത് പഠിക്കാനായിട്ടുണ്ട്, അടുത്ത സൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം ആ വെഹിക്കുലർ എമിഷൻസിനെ കുറിച്ച് പഠിക്കണം. സോ വെഹിക്കുലർ എമിഷൻ നോക്കുമ്പോഴേക്കും സിഗ്നിഫിക്കൻ്റ്ലി നമ്മുടെ അർബൻ ഏരിയാസിലെ എയർ പൊല്യൂഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെഹിക്കുലർ എമിഷൻസ്. ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന നമ്മുടെ പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. പർട്ടിക്കുലർ മാറ്റർ 2.5 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന പൊല്യൂട്ടൻസിനകത്തുള്ളതാണ്. അതും ഈ പറഞ്ഞ വളരെ എളുപ്പത്തിൽ നമ്മുടെ ലങ്സിലേക്ക് തന്നെ പ്രവേശിക്കും. ഈ പറഞ്ഞ പോലെ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പല രീതിയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് PM2.5 പാർട്ടിക്കിൾസ്. സോ ഇവയിൽ ഈ ഒരു വെഹിക്കുലർ എമിഷൻസിന് ഓൾമോസ്റ്റ് 20-30% അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എമിറ്റ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഈ ഒരു PM2.5-നകത്ത് 20-30% എമിഷൻസും വരുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ ഒരു വെഹിക്കുലർ എമിഷൻസ് ആണ് അതിന് കാരണമായിട്ട് മാറുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ വെഹിക്കിൾസിലൂടെ നമ്മൾ ഈ ഒരു PM2.5 എന്ന് പറയുമ്പോൾ ഏകദേശം 290 GG അളവിൽ വെഹിക്കിൾസ് അതിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് പോകുന്നുണ്ട്. അത്രത്തോളം സീരിയസ് എമിഷൻസ് ആണ്. കാരണം പിന്നെ അത് മാത്രമല്ല, ഇവയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന പല ഗ്രീൻ ഹൗസ് ഗ്യാസസും ഉണ്ട്. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റ് നൈട്രസ് ഓക്സൈഡ്സ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ 8%ഉം വെഹിക്കുലർ എമിഷൻസ് എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്നാണ് വരുന്നത്. അതിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് നോക്കുവാണെങ്കിൽ CO2 നോക്കുവാണെങ്കിൽ 12% ഇന്ത്യയിൽ നമ്മൾ എമിറ്റ് ചെയ്യപ്പെടുന്ന 12%ഉം ഈ വെഹിക്കുലർ എമിഷൻസ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേർഡ് മോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റർ ആയിട്ട് ആ ഒരു സെക്ടറിലേക്ക് ഇന്ത്യ ഈ പറഞ്ഞ പോലെ മാറ്റിപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏത് ചെയ്യണം? ഈ വാഹനങ്ങളിലെ ഈ പൊല്യൂഷനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ക്ലീനർ വേസിലേക്ക്, മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് മോഡിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ EVസും ഹൈബ്രിഡ് EVസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ടാറ്റ നെക്സോൺ എന്നൊക്കെ പറയുന്ന EV വെഹിക്കിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പ്യുവർ EV ഒരു കൺസെപ്റ്റ് ആണ്. എന്നാൽ ടൊയോട്ടയുടെ ഈ പറഞ്ഞ ഹൈ റൈഡ് എന്നൊക്കെ പറയുന്ന 1-2 വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ്സ് ആണ്. മീൻസ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് മോട്ടറിന്റെ ചെറിയ സഹായമുണ്ട്, അതേപോലെ തന്നെ പെട്രോൾ എഞ്ചിന്റെ ഒരു സഹായത്തോടെ റൺ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പെട്രോൾ മാത്രമാണ് നിർബന്ധമില്ല കേട്ടോ. ചില വാഹനങ്ങൾ ഈ പറഞ്ഞ ചിലപ്പോൾ ഡീസൽ ആകാം, ഡീസൽ പ്ലസ് ഇലക്ട്രിക്, എന്തായാലും ഒരു മോഡ് ഓഫ് ഫ്യൂവൽ പ്ലസ് ഇലക്ട്രിക് കൂടെ കയറി വരുന്ന 2 തരം സാധനങ്ങളുടെ ഫ്ലെക്സ് ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്തേക്ക് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വേണം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ ഈ ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് എന്താ പറയുക സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തൊക്കെ ചലഞ്ചസ് ആണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട്
EVസിന്റെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ EVs ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ നേരിടുന്ന ഒരു ചലഞ്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ഡിസ്റ്റൻസിലേക്ക് EVയും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള ചെറിയൊരു പോരായ്മ അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തൽക്കാലമെങ്കിലും ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രധാന കാരണം നമ്മുടെ നാട്ടിലുള്ള EVസിനൊക്കെ തന്നെ കൂടുതൽ റേഞ്ചുകൾ ഓഫർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് വില കൂടുതലാണ്. അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിലുള്ള EVസിനകത്ത് ഈ പറഞ്ഞ റേഞ്ച് വളരെ ലിമിറ്റഡ് ആയിരിക്കും. 150 കിലോമീറ്റർ അല്ലെങ്കിൽ 250 കിലോമീറ്റർ ഒക്കെയാണ് പലപ്പോഴും അഫോർഡബിൾ EVസിന്റെ കാര്യത്തിലേക്ക് റേഞ്ച് വരുന്നത്. ഇത് തന്നെ പറയുന്ന റേഞ്ച് നമുക്ക് പലപ്പോഴും കിട്ടാറ്, കാരണം ഇലക്ട്രിക് വാഹനങ്ങളാണ് കുറച്ചൊക്കെ റേഞ്ച്, ഇപ്പം നമ്മുടെ ബാറ്ററിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെയാണ്, റേഞ്ച് താരതമ്യേന കുറഞ്ഞു തരും. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് പോകാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയൊരു പോരായ്മകളുണ്ട്. കാരണം ചാർജിങ് സ്റ്റേഷൻസ്, എസ്പെഷ്യലി ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസിന്റെ ഒരു ലിമിറ്റേഷനാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അപ്പം അതൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒക്കെ തന്നെ പ്രൈസ് റേഞ്ച്, ഇപ്പം നോർമലി ഒരു IC ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെഹിക്കിളിന് ചിലപ്പോൾ ഒരു 7 ലക്ഷം രൂപയുടെ വാഹനം എന്ന് വിചാരിക്കാം. അതിനെ തന്നെ നമ്മൾ ഇന്റേണൽ മീൻസ് ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ട് മാറ്റി കഴിയുമ്പോഴേക്കും എനിവേർ 12 to 15 ലാക്സ് ആയിട്ട് അതിന്റെ പ്രൈസ് റേഞ്ച് കയറി പോകും. അതായത് വ്യത്യാസം എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 5 to 6 ലാക്സ് റുപ്പീസിന്റെ എങ്കിലും വ്യത്യാസങ്ങൾ അവിടെ കണ്ടുവരുന്നുണ്ട്. സോ ഇതൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രൈസ് ഒരു എന്താ ലിമിറ്റേഷൻ ആയിട്ട് പലപ്പോഴും EVs ആൾക്കാർ വാങ്ങുന്നതിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ലിമിറ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കാര്യം ഓർക്കുക. കാരണം EVs വിത്ത് ഹയർ റേഞ്ച് വിൽ നീഡ് ലാർജർ ബാറ്ററി പാക്സ് ആൻഡ് ദാസ് മോർ എക്സ്പെൻസീവ്. കൂടുതൽ എക്സ്പെൻസീവ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ്, കൂടുതൽ എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു ദർ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വേരിയൻസ്. ദെൻ എക്കണോമിക്കലി നോക്കുവാണെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസിന് ഈ പറഞ്ഞ പോലെ മറ്റൊരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലേക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാനുള്ള കറണ്ടിന്റെ അളവ്, മീൻസ് കറണ്ട് ജനറേഷൻ, മീൻസ് ഇലക്ട്രിസിറ്റി ജനറേഷന്റെ ഒരു പോരായ്മയും ഡെവലപ്പിംഗ് കൺട്രീസിനെ ഇത്തരത്തിൽ EVസിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ മെയിൻ ലിമിറ്റേഷൻ അത് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി സൂര്യഘർ യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ വീടുകളിൽ ഈ പറഞ്ഞ പോലെ സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കാരണം അങ്ങനെയുള്ള ചെറിയ രീതിയിലാണ് നമ്മൾ ഇതിനെ ചെറിയ രീതിയിൽ മറികടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഈ പറഞ്ഞ പോലെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫ്യൂൽ എക്കണോമിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറും. കാരണം ഇപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്യൂവൽ, മീൻസ് നമ്മുടെ ക്രൂഡ് ഓയിൽ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്കണോമിക്സിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ തന്നെ നെഗറ്റീവിലേക്ക് പോകാൻ കാരണം നമ്മൾ കൂടുതലായിട്ടും ഈ എണ്ണ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം കുറച്ച് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫ്യൂവലിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ സെൽഫ് സഫിഷ്യന്റ് ആകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്യുവർ EV വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ ആവശ്യമില്ല. ഇനി ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണെങ്കിൽ പോലും നോർമൽ അതിന്റെ പ്യുവർ IC എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 to 4 ടൈംസ് എങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലുണ്ട്. അപ്പോൾ നോർമലി പറഞ്ഞ പോലെ 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു നോർമൽ ഒരു പെട്രോൾ വാഹനമാണെങ്കിൽ അതിന്റെ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ടു ആൻ എക്സ്റ്റെൻഡ് 30 വരെയൊക്കെ പലപ്പോഴും കമ്പനികൾ അതിന്റെ മൈലേജസ് ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പം കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ട് അതിനെ സാധിക്കുമെന്നുള്ളതാണ് ഹൈബ്രിഡ്സിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ദെൻ ഈ ഒരു മേഖലയിൽ നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ് ഫെയിം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിം സ്കീം എന്ന് പറയുമ്പോഴേക്കും ഇത് നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് റൺ ചെയ്യുന്നത്. നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെയും പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്ന സ്കീമാണ്. അതായത് ഇത് നമ്മൾ തൊട്ടും പറഞ്ഞില്ലേ, വില കൂടുതലാണ് ഇതിന്. അപ്പോൾ ആ വില കൂടുതലിനെ മറികടക്കാനായിട്ട് ചെറിയ രീതിയിൽ സബ്സിഡി കൊടുത്ത് ആളുകളിലേക്ക് ഈ വാഹനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ് മെയിൻലി ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്കീം റൺ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇതിന്റെ phase 1 ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം നിലവിൽ റൺ ചെയ്യുന്ന ഫെയിമിന്റെ phase 2 ആണ്. അതായത് ഫെയിം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നല്ലോ, ഇങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡെവലപ്മെന്റ്, അതിന്റെ ടെക്നോളജി ഡെവലപ്മെന്റ്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പതുക്കെ തുടങ്ങുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു phase 1 ഉണ്ടായിരുന്നു. phase 2 എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പതുക്കെ ആളുകളിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അതിനെ വീണ്ടും പുഷ് ഔട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളോട് ചെയ്യണം, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇലക്ട്രിക് ബസ്സസിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ സബ്സിഡി കൊടുക്കുക, ഇലക്ട്രിക് 3 വീലേഴ്സ്, ഇലക്ട്രിക് 4 വീലർ, അതുപോലെ ഇലക്ട്രിക് 2 വീലേഴ്സ്, ഇവയുടെ കാര്യത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ സബ്സിഡീസ് ഓഫർ ചെയ്യുക. പിന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെയാണ് ഫെയിമിന്റെ phase 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന ഫെയിം എന്ന് പറഞ്ഞ സ്കീം ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ കീഴിലാണെന്നുള്ള കാര്യം മറന്നേക്കരുത്. ആ പോയിന്റ് പ്രിലിംസിന് ആവശ്യമാണ്. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനായിട്ടുണ്ടായിരുന്നു, UPSC നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് കിടക്കുകയാണ്. ദ എൽഡർലി ആർ ഏജിങ് എലോൺ ആൻഡ് സ്ട്രഗ്ലിംഗ് വിത്തൗട്ട് ദ മീൻസ് ടു സപ്പോർട്ട് ദംസെൽസ് എന്നാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എൽഡർലി കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് എൽഡർലി പീപ്പിൾ ഇൻ ഇന്ത്യ എന്നൊക്കെ പോയിന്റിലാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിർത്തി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആംഗിൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ ഒരു എൽഡർലി പോപ്പുലേഷന്റെ കണക്കുകൾ കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതൊരു പ്യൂർലി ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഈ കണക്കുകളൊക്കെ അറിഞ്ഞാലുള്ള നല്ലൊരു മെയിൻസിന് ആൻസർ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഫിഗേഴ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനകത്ത്
0 to 14 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 30.8% ആണ്. ഈ 15 to 59% നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 60%. അതായത് നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 60+ വരുന്ന 8.6% ഉള്ളൂ. അപ്പോൾ ഇന്ത്യ താരതമ്യേന ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു യങ്ങർ രാജ്യമാണ്. നമ്മുടെ മീൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 to 27 ഒക്കെ ആകുന്നുള്ളൂ. പക്ഷേ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ ഏജ് കാറ്റഗറി എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഈ ഒരു ഓൾഡ് ഏജ് ആ ഒരു കാറ്റഗറി 60+ ആ ഒരു കാറ്റഗറിയിലേക്ക് ഷിഫ്റ്റ് ആവും. കാരണം ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കൂടുതൽ ആളുകളൊക്കെയാണ് കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആകുന്നുണ്ട്. സോ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. സോ അതുകൊണ്ട് അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് താഴത്തേക്ക് പോകുന്നു. മീൻസ് ചൈൽഡ് ബർത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ താഴേക്ക് പോകുന്നു. ഓട്ടോമാറ്റിക്കലി അടുത്ത് വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏജിങ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെ നമ്മൾ സെൻസസ് ഡേറ്റ നോക്കുകയാണെങ്കിൽ സെൻസസ് ലാസ്റ്റ് നമ്മുടെ അവൈലബിൾ സെൻസസ് 2011 ആണ്, ഗവൺമെന്റ് സെൻസസ്. അവിടെ ഈ പറഞ്ഞ പോലെ എൽഡർലി പീപ്പിൾസിന്റെ എണ്ണം നിയർലി 104 മില്യൺ ആയിരുന്നു. അത് തീർച്ചയായിട്ടും 2050 ആകുമ്പോഴേക്കും ഒരു 19% വർധനമാണ് ബേസിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് പീപ്പിൾ വരാൻ സാധ്യതയുള്ളത് 71% ആളുകളും റൂറൽ ഏരിയാസിലായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പം ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഗവൺമെന്റ് സ്കീമൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ എങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. റൂറൽ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം കൂടുതൽ സ്കീമുകൾ അവതരിപ്പിക്കേണ്ടത്. ദെൻ അർബൻ ഏരിയാസിൽ എന്നാൽ ഈ പറഞ്ഞ പോലെ 29% ആയിരിക്കാം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം, റൂറൽ ഏരിയാസിനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിലും നമ്മൾ ഓൾഡ് ഏജ് പീപ്പിൾ നേരിടുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചലഞ്ചസ് അതാണല്ലോ നമ്മുടെ ഈ ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഫെമിനൈസേഷൻ ഓഫ് ഏജിങ് ആണ്. അതായത് ലോകത്തെമ്പാടും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസി കണക്കാക്കുന്നത്. കമ്പയർ ടു മെയിൽ ഏകദേശം ഒരു 4 to 5 years അല്ലെങ്കിൽ 3 to 4 years എങ്കിലും ഫീമെയിൽസിന് ഈ പറഞ്ഞ പോലെ കൂടുതലും ഏജ് മീൻസ് ലൈഫ് എക്സ്പെക്ടൻസി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷനകത്ത് കൂടുതലും ആര് വരാനായിരിക്കും സാധ്യത, ഫീമെയിൽസ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് നാളെ ഈ പറഞ്ഞ എന്തെങ്കിലും സ്കീമുകൾ ഇതിനു വേണ്ടി അവതരിപ്പിക്കുമ്പോൾ ആർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഈ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതും ഏത് ഏരിയയിലുള്ള റൂറൽ ഏരിയാസ്. കാരണം ഇതാണ് ആ കണക്കുകൾ മീൻസ് നമ്മൾ കണ്ടു കൂടുതൽ ആൾക്കാരും വരാൻ സാധ്യതയുള്ള റൂറൽ ഏരിയാസിലാണ്. അതിന്റെ ജെൻഡർ ബേസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫീമെയിൽസ് ആണ് വരാൻ സാധ്യതയുള്ളത്. കാരണം സെക്സ് റേഷ്യോ ഒക്കെ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നതൊക്കെ തന്നെ. ദെൻ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രായം ചെല്ലുന്ന അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി പോകും. മറ്റുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് ഇൻകം ആൻഡ് പുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കൂടുതൽ നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഓൾഡ് ഏജ് പീപ്പിൾ നേരിടുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് കെയർ കോസ്റ്റിന്റെ കാര്യത്തിൽ മരുന്നുകളൊക്കെ വാങ്ങാനാണെങ്കിലും പലപ്പോഴും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇനി ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണിക് ഇൽനെസ്സുകളും കാര്യങ്ങളും വർദ്ധിച്ചു വരും. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയ ഡയബറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് അതുപോലുള്ള അസുഖങ്ങളൊക്കെ തന്നെ കൂടുതലും ഏജ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വർദ്ധിച്ചു വരുന്നതായിട്ട് ഡേറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതും ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ആയിട്ടുള്ള എലിമിനേഷനും കാര്യങ്ങളും. അതായത് പ്രായമായ ആളുകളെ പതുക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക മറ്റു ഇപ്പം എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവരെ അകറ്റി നിർത്തുന്ന ഒരു രീതിയിലുള്ള നിലപാടുകളും കാര്യങ്ങളും പൊതുസമൂഹങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ. അതായത് ഇപ്പം വീടുകളിലാണെങ്കിലും പലപ്പോഴും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ. ഇപ്പം വീടുകളിലാണെങ്കിലും പകല് കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക മക്കളാണെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ജോലിക്കും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴേക്കും പ്രായമായ ആൾക്കാർ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലോൺലിനെസ് പലപ്പോഴും ഇവരെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഇവരുടെ മെന്റലി ഈ പറഞ്ഞ പോലെ ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. കാരണം ഇവരുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് മൂലം ഇവർക്ക് സ്വന്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു ഇവരും കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ആ എൻഗേജ്മെന്റ്സ് ഇല്ല എന്നുള്ളത് പലപ്പോഴും സോഷ്യൽ ലോൺലിനെസ് ഇവരിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതായിട്ടും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് നാഷണൽ പോളിസി ഫോർ സീനിയർ സിറ്റിസൺസ്. അതായത് സീനിയർ സിറ്റിസൺസിനെ നമ്മുടെ എക്കണോമിയുടെ മുൻധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ എസ്പെഷ്യലി ഓൾഡർ വുമൺ. കാരണം നമ്മുടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസിയും കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ മീൻസ് ഓൾഡ് ഏജ് വുമണിനെ ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി എല്ലാവരെയും തന്നെ എടുത്ത് ഈ പറഞ്ഞ പോലെ ഓൾഡ് വുമണിനെ നമ്മുടെ എക്കണോമിയുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നാഷണൽ പോളിസി ഫോർ സീനിയർ സിറ്റിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ട് ഇൻകം സെക്യൂരിറ്റി കൊണ്ടുവരിക, ഹോം കെയർ സർവീസസ് അവൈലബിൾ ചെയ്യുക, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ നടപ്പാക്കുക, ഹൗസിംഗ് ആൻഡ് അതർ പ്രോഗ്രാം സർവീസസ് കൊണ്ടുവരിക, പിന്നെ സീനിയർ സിറ്റിസൺ കെയർ കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട് ഈ പോളിസി അവതരിപ്പിച്ചാണ്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട് ഈവൻ ഈ പോളിസി ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ റീവാമ്പ് ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മളോട് പറഞ്ഞു നൽകുന്ന എക്സാമിന് വ്യൂ പോയിന്റിലെ കാര്യങ്ങൾ. ഇനി നമ്മുടെ പതിവ് പോലുള്ള പ്രിലിംസ് MCQ ആണ്. കസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഏതൊക്കെയാണ് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്